അള്ളാഹുവിന്റെ അർശിരിക്കുന്നത് ഒരു യഥാർത്ഥ വിശ്വാസികളുടെ ഹൃദയത്തിന്റെ അകത്താണ്, ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിന്റെ അകത്താണ് പടച്ചവന്റെ സിംഹാസനം ഇരിക്കുന്നതെന്ന് പ്രവാചകൻ ഇവിടെന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാകണം, അള്ളാഹു സ്നേഹിക്കുന്നവരാകണം. നമ്മളൊക്കെ പടച്ചവനെ സ്നേഹിക്കുന്നവരാണ്. അള്ളാഹുവിനോട് നമുക്ക് അല്പമെങ്കിലും സ്നേഹമുള്ളത് കൊണ്ടാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ഈ സമയത്ത് ഈ സദസ്സിൽ വന്നിരിക്കുന്നത്. ഇത് വലിയ മഹത്വമുള്ള സദസ്സാണ്. റോഡിലൂടെ എത്രയോ പേര് വെറുതെ നടക്കുന്നു, എത്രയോ പേര് വീടിനകത്തിരിക്കുന്നു, എത്രയോ പേര് വയത് കേൾക്കാൻ വന്നിട്ട് റോഡിൽ നിൽക്കുകയാണ്. പലർക്കും ഇതിനകത്ത് കയറിയിരിക്കാൻ സമയമില്ലല്ലോ. രോഗം പിടിച്ചവർ ഇവിടെ ഇരിപ്പുണ്ട്, ഗർഭിണികളായ പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്, പ്രായം ചെന്ന ഉമ്മമാരിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, ഈ ദുനിയാവിൽ 2 സ്വർഗമുണ്ട്, ഈ ദുനിയാവിൽ 2 സ്വർഗമുണ്ട്. അതിലെ ഒരു സ്വർഗം ഏതെന്നറിയുമോ? അങ്ങ് മദീനത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൗള ശരീഫിന്റെ ചാരത്ത് അള്ളാഹുവേ മാ ബൈന ഖബരി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിച്ചല്ലോ, മദീനത്ത് പടച്ചവനെ ജന്നത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൗളയിലേക്ക് കടന്നു ചെല്ലുമ്പോ, അതാ പടച്ചവനെ മസ്ജിദ് നബവിയിൽ കടന്നു ചെല്ലുമ്പോ 1-2 റക്അത്ത് നമസ്കരിക്കാ, ഒന്ന് സുജൂദ് ചെയ്യാൻ ജനങ്ങൾ കാത്തു നിൽക്കുന്ന ദുനിയാവിലെ സ്വർഗമുണ്ടല്ലോ. ആ ദുനിയാവിലെ സ്വർഗത്തിൽ പോയി നിസ്കരിക്കണമെന്ന്, ദുആ ചെയ്യണമെന്ന്, സുജൂദ് ചെയ്യണമെന്ന് ഞാനും നിങ്ങളും ജീവിതത്തിൽ വല്ലാതെ ആഗ്രഹിക്കുന്നവരാ. അത് ദുനിയാവിലെ ഒരു സ്വർഗമാണ്. രണ്ടാമത്തെ സ്വർഗം ഏതെന്നറിയുമോ? അത് ഇൽമു പറയുന്ന മജ്ലിസാ, അത് ഇൽമു പറയുന്ന മജ്ലിസാ. പടച്ചവനെ സ്വർഗത്തിലിരിക്കാൻ അവസരം കിട്ടിയിട്ട് ഇല്ല ഉസ്താദേ, ഞാൻ എന്നതാ റോഡിലേ നിൽക്കൂ, ഞാൻ വെളിയിലേ നിൽക്കൂ, ഞാൻ വീട്ടിലിരുന്നേ കേൾക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇത് സ്വർഗമാണ്, ഇത് ദുനിയാവിലെ സ്വർഗമാണ്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താ? വയല് കേൾക്കാൻ കടന്നു വന്നിട്ട് റോഡിലെ കടയുടെ മുന്നിൽ കൂടി നിൽക്കുന്ന സഹോദരങ്ങളോട്, മനുഷ്യ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? സ്വർഗത്തിൽ പോകണമെന്നല്ലേ? അതിനല്ലേ നിസ്കരിക്കുന്നത്, അതിനല്ലേ ഖുർആൻ ഓതുന്നത്, അതിനല്ലേ സദഖ കൊടുക്കുന്നത്, അതിനല്ലേ ദിക്ർ പറയുന്നത്, അതിനു വേണ്ടിയല്ലേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, കണ്ണിന്റെ മുന്നിൽ സ്വർഗം കാണിച്ചു തന്നിട്ട്, കണ്ണിന്റെ മുന്നിൽ സ്വർഗം കാണിച്ചു തന്നിട്ട് കേറിയിരിക്കാൻ മടിക്കുന്ന നിനക്കെങ്ങനാ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്നത്? അതുകൊണ്ട് പടച്ചവനെ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പടച്ച റബ്ബ് ഇവിടെ ഇരിക്കാൻ അവസരം തന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടണോ? അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കണോ? അതോ വൺ സൈഡ് പ്രണയമാകണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എന്തിനാ പ്രയാസപ്പെടുന്നത്? നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? പടച്ചവനെ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പടന്ന് പറഞ്ഞല്ലോ, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബു ലീ. അല്ലാഹു നമ്മുടെ കണ്ണിന്റെ ഞരമ്പിനെക്കാൾ നമ്മുടെ കൂടെ അടുത്തിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടണോ? അല്ലാഹു നമ്മളെ സ്നേഹിക്കണോ? അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമയാകണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ ജീവിതത്തിൽ വേണ്ട ഗുണങ്ങൾ എന്താ? ആ മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട ഗുണങ്ങൾ എന്താ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഈ പറയുന്ന ഗുണങ്ങളെങ്ങാട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയാ.
പെങ്ങളെ ഭർത്താവല്ല സ്നേഹിക്കുന്നത്, മക്കളല്ല സ്നേഹിക്കുന്നത്, കൂടപ്പറപ്പല്ല സ്നേഹിക്കുന്നത്. ഇവിടെ ആര് സ്നേഹിച്ചാലും എന്തെങ്കിലും ഒരു നേട്ടമില്ലാതെ ഒരുത്തനും സ്നേഹിക്കില്ല. അതാണാകട്ടെ പെണ്ണാകട്ടെ, നമ്മൾ ആരെങ്കിലും സ്നേഹിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോജനമില്ലാതെ ഒരു മനുഷ്യനും നമ്മളെ സ്നേഹിക്കില്ല. ഭർത്താവ് പറയുന്ന ഉസ്താദ്, എന്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല, എന്റെ മക്കൾക്ക് എന്നോട് സ്നേഹമില്ല. പെണ്ണുങ്ങൾ പറയുന്ന ഉസ്താദേ, ഭർത്താവിന് എന്നെ വേണ്ട, എന്നോട് വല്ലാത്ത വെറുപ്പാ. ഇതെന്ത് ജീവിതമാ ഉസ്താദ്? പെങ്ങളെ, നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. എന്നെ ആരാ സ്നേഹിക്കുന്നതെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ ലോകത്തിന്റെ അധിപനായ എന്റെയും നിന്റെയും റബ്ബുണ്ടല്ലോ. ആ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് നിന്നെ സ്നേഹിക്കുകയാ, അല്ലാഹു നിന്നെ സ്നേഹിക്കുകയാ. ആ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത്, ആ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത്. ആ സ്നേഹം കിട്ടാനുള്ള വഴിയെന്താ? ആ സ്നേഹം കിട്ടാനുള്ള വഴി എന്താ? അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മൾ മാത്രം സ്നേഹിച്ചാ പോരാ. വൺ സൈഡ് പ്രണയമായിട്ട് ഇങ്ങനെ നടന്നാ പോരാ. ഞാൻ വഴുതിന് വരുന്നതിന് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അവൻ പറഞ്ഞു, ഉസ്താദെ, എന്നെ ഒരു പെണ്ണ് തേച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞു, പോയാ പോകട്ടെ, അല്ലാഹുവിന് നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ആമീൻ, നല്ലൊരു ജീവിതം കൊടുക്കുമാറാകട്ടെ. എത്രയോ പേരുണ്ട് ജീവിതത്തിൽ തേപ്പ് കിട്ടിയവർ, ഒരുപാട് പേരുണ്ട്. അതൊക്കെ പോട്ടെ, അല്ലാഹു വിധിച്ചിട്ടില്ല, അങ്ങനെ പറയാ. പടച്ചറബ് നിനക്ക് വിധിച്ചിട്ടില്ല. അല്ലാഹു നിങ്ങൾക്ക് സാലിഹത്തായ ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ടു പോയ താത്താമാരെ അല്ലാഹു നിങ്ങളുടെ ഭർത്താക്കന്മാരെ നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അല്ലാഹു നമ്മളെ സ്നേഹിക്കണം. അല്ലാഹു സ്നേഹിക്കുന്ന കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. സ്നേഹിക്കണ്ടേ? പറ, സ്നേഹിക്കണോ വേണ്ടേ? പറ ചങ്ങാതിമാരെ, സ്നേഹിക്കണോ? അല്ല നമ്മളെ സ്നേഹിക്കണോ? അതോ ഭാര്യയും മക്കളും മാത്രം സ്നേഹിച്ചാൽ പോരല്ലോ? അല്ലാഹു നമ്മളെ സ്നേഹിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ട ഒന്നാമത്തെ ഗുണമെന്താ? അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹു നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, നമുക്ക് പഠിക്കാം. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്തുന ഫല്ലൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒരാൾ അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാണ്. അല്ലാഹു സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അവനാരെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹു തന്നെ പറയുകയാ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാരെന്നറിയുമോ? അല്ലാഹുവേ, അവന്റെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവരുണ്ടല്ലോ. അവന്റെ ജീവിതത്തിലെ പ്രയാസമാകട്ടെ, ദുഃഖമാകട്ടെ, ദുരിതമാകട്ടെ, വേദനയാകട്ടെ, കടമാകട്ടെ, രോഗമാകട്ടെ, മനസമാധാനമാകട്ടെ, അവന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും അവന്റെ കാര്യങ്ങൾ മുഴുവനും ആരെയാണ് ഏൽപ്പിക്കുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിനോട്. തവക്കൽതു അലല്ലാഹ്
തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവനുണ്ടല്ലോ, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹ് അവനെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ആരാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് അവനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തു പറയുന്നവനെ? ഉറക്കെ പറഞ്ഞാതി. എന്തു പറയുന്നവനെ? എന്തു പറയുന്നവനെ? ഒന്ന് പറഞ്ഞ് തവക്കൽതു അലല്ലാഹ്. എന്താ ഈ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ? ചിലരുടെ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്, റൂമിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്, ചില വണ്ടിയുടെ പേര് തന്നെ തവക്കൽതു അലല്ലാഹ്. എന്താ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ? നമ്മൾ മനസ്സിലാക്കണം എന്താണ് തവക്കൽതു അലല്ലാഹ്. പറയാറുണ്ട് ചിലര്, അതിന്റെ അർത്ഥം എന്താന്ന് പോലും ആ പാവത്തിന് അറിയില്ല. എന്തിനാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത്? ഇത് പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ? ഇത് പറയാതിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടം എന്താ? നമ്മൾ ആരും പഠിക്കാറില്ല, നമ്മൾ ആരും ഇത് മനസ്സിലാക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ? അള്ളയാ പറഞ്ഞേ. എടാ നീ തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിലെ ഉസ്താദന്മാര് പറഞ്ഞതല്ല. പിന്നെ ആരാ തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞതെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പാ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പാ, നിങ്ങൾ ആരോടാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയേണ്ടത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത് വസബ്ബിഹു ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ. നിങ്ങൾ ആരോടാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയേണ്ടത്? അല്ലാഹ് പറഞ്ഞു നിങ്ങൾ പറയണേ, നിങ്ങൾ തവക്കൽതു അലല്ലാഹ് എന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ കാര്യങ്ങളിൽ നിങ്ങൾ പറയണം. അത് വീട് വെക്കാനിറങ്ങിയാൽ, കച്ചവടത്തിനിറങ്ങിയാൽ, പണച്ചവനെ ജോലിക്ക് പോയാൽ, കടയിലേക്ക് പോയാൽ, വാഹനത്തിൽ കയറിയാൽ, മക്കളെ സ്കൂളിൽ വിട്ടാൽ, റോഡിലിറങ്ങിയാൽ, ഏത് കാര്യത്തിനും നിങ്ങൾ പറയണം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന്. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് പറയണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറയണം, കിടന്നുറങ്ങുന്ന സമയത്ത് പറയണം. നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ കാര്യങ്ങളിലും നിങ്ങൾ തവക്കൽതു അലല്ലാഹ് പറയണം. ആരോടാണ് പറയേണ്ടതെന്നറിയുമോ? ഖുർആൻ പറയുകയാ, ആരോടാണ് പറയേണ്ടത്? വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്. ഒരിക്കലും മരിക്കാത്ത റബ്ബിനോട്, ഒരിക്കലും മരണമില്ലാത്ത റബ്ബിനോട് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും തകരുമല്ലോ. ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും, ഏത് കൊട്ടാരത്തിന്റെ ഉള്ളറകളിൽ ഇരിക്കുന്നവനാണെങ്കിലും, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും ഒരു ദിവസം നശിക്കുമല്ലോ. ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. ഖുർആൻ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, സൂര്യൻ ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്, നക്ഷത്രങ്ങൾ മഴത്തുള്ളികൾ വീഴുന്നത് പോലെ തീമഴ പെയ്യുകയാണ്. പടച്ചവനെ, ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും തകർന്ന് തരിപ്പണമാവുകയാ. അവസാനം ഈ ലോകത്ത് അവശേഷിക്കുന്നത് രണ്ടുപേര്. ഈ ലോകത്ത് അവശേഷിക്കുന്നത് രണ്ടു പേരേ ഉള്ളൂ. ഒന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ, പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹ്. അങ്ങനെ രണ്ടുപേര് മാത്രമാണ് അവശേഷിക്കുന്നത്. അല്ലാഹു ചോദിക്കുന്നു, അസ്റായീലേ, ഇനി ആരാ പോകേണ്ടത്? ഇനി ആരാ പോകേണ്ടത്? അല്ലാഹുവേ, ഞാനാണ് പടച്ചവനെ, ഞാനാണ് പടച്ചവനെ. അസ്റായീലും അങ്ങനെ മരിക്കുകയാ. അല്ലാഹു മാത്രമല്ലേ ഈ ദുനിയാവിലുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ മരണമില്ലാതെ ഇരിക്കുന്ന ഏക വ്യക്തി അല്ലാഹുവാ. അത്
അതുകൊണ്ട് നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് ആ പടച്ച റബ്ബിനെയാണ്. ആ റബ്ബിന്റെ കയ്യിലാണ് നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഒരിക്കലും മരണം ബാധിക്കാത്തവനായ എന്നും എന്നും ജീവിച്ചിരിക്കുന്നവനായ പടച്ച റബ്ബിനെയാണ് നീ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. എന്നിട്ട് ഖുർആൻ പറയുകയാ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കൽ. അതാ ഖുർആൻ അവിടെന്ന് പറയുകയാ, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഖുർആൻ മറ്റൊരു ഭാഗത്ത് പടച്ച റബ്ബിനെ പരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് മറ്റൊരു ഭാഗത്ത് പറയുകയാ, വമയ്യ തവക്കൽ അലല്ലാഹ് ഫഇന്നല്ലാഹ അസീസുൻ ഹകീം. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരച്ചവനോട് പരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാ, ഖുൽ ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലിൽ മുതവക്കിലൂൻ. ഖുർആനിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ പടച്ച റബ്ബ് തവക്കൽതു അലല്ലാഹ് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ മാത്രമല്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ. എല്ലാ പ്രവാചകന്മാരും അല്ലാഹുവിലേക്ക് അവരുടെ കാര്യങ്ങൾ പരമേൽപ്പിച്ചവരാ. അതുകൊണ്ട് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കണേ. ജീവിതത്തിൽ തവക്കൽതു അലല്ലാഹ് അത് വീട്ടിൽ എഴുതി വെക്കാറുള്ളതല്ല, അത് പടച്ചവനെ വാഹനത്തിൽ എഴുതി വെക്കാറുള്ളതല്ല, അത് നിന്റെ വാഹനത്തിന്റെ പേരാക്കാനുള്ളതല്ല, അത് പറയാറുള്ളതാ. അത് പറയാറുള്ളതാ. എപ്പോഴാണ് പറയേണ്ടതെന്നറിയുമോ? പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലമറിയുമോ? പറയാതിരുന്ന വരുന്ന നഷ്ടമെന്തെന്നറിയുമോ? നീ പറയുന്ന വാക്കിന്റെ അർത്ഥമെന്തെന്നറിയുമോ? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പറയാറുണ്ട് തവക്കൽതു അലല്ലാഹ്. അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് നമ്മുടെ നാവിന്റെ തുമ്പിൽ എപ്പോഴും വേണം. ഏത് കാര്യം പറയുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. വീട് വെക്കാൻ ഇറങ്ങാം, തവക്കൽതു അലല്ലാഹ്. മക്കളെ കെട്ടിക്കാൻ ഇറങ്ങാം, തവക്കൽതു അലല്ലാഹ്. കച്ചവടത്തിന് പോകുന്നു, തവക്കൽതു അലല്ലാഹ്. ബിസിനസ് തുടങ്ങുന്നു, തവക്കൽതു അലല്ലാഹ്. സ്കൂളിൽ പോകുന്നു, തവക്കൽതു അലല്ലാഹ്. റോഡിൽ ഇറങ്ങുന്നു, തവക്കൽതു അലല്ലാഹ്. എല്ലാ വിഷയത്തിലും തവക്കൽതു അലല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഇത് ചുമ്മാതിങ്ങനെ തവക്കൽതു അലല്ലാഹ് തവക്കൽതു അലല്ലാഹ് എന്ന് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ളതല്ല. ഇതൊരു മനുഷ്യൻ പറഞ്ഞാൽ ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താ? ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം, ആരാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് അവനെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് ആ മനുഷ്യനെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, അവൻ അല്ലാഹു അവനെ വല്ലാതെ ഇഷ്ടപ്പെടുകയാ. അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുകയാ. അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാൾ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചവനെ പിന്നെ അവനെ രക്ഷപ്പെട്ടല്ലോ. അവന് യാതൊരു പേടിയും വേണ്ടല്ലോ, അവന് യാതൊരു പ്രയാസവും വേണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു കയറി കഴിഞ്ഞാൽ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. പിന്നെ വല്ലാത്ത ഒരു ഈമാനാണ്, പിന്നെ വല്ലാത്ത ഒരു ധൈര്യമാണ്. പടച്ചവനെ അവന്റെ കയ്യും കണ്ണും കാലുമെല്ലാം അല്ലാഹു
അല്ലാഹു ആകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയുടെ ചരിത്രം അറിയുമോ? വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ അനുയായികൾ വന്ന് പിടിച്ചു കെട്ടുകയാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പ്രവാചകനായിട്ടില്ല. പടച്ചവനെ അവിടെ നിന്ന് പിടിച്ചു കെട്ടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാ. എന്നിട്ട് എല്ലാവരും കൂടെ തീരുമാനിച്ചു ഇബ്രാഹിമിനൊരു വലിയ ശിക്ഷ കൊടുക്കണം, എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ കൊടുക്കണം. ഇബ്രാഹിം നബിക്ക് അവര് കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവേ പ്രബോധനവുമായിട്ട് ഇബ്രാഹിം നബി ഇറങ്ങിയപ്പോ, വിഗ്രഹങ്ങളെ തകർത്തു കളഞ്ഞപ്പോ ഇബ്രാഹിം നബിയെ കൊല്ലുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചത് എന്തെന്നറിയുമോ? ഒരു വലിയ ഒരു കുഴിയെടുക്കുകയാണ്, ഒരു ഭയാനകമായ ഒരു വലിയ കുഴിയെടുക്കുകയാണ്. എന്നിട്ട് ആ കുഴിക്കകത്ത് മുഴുവനും വിറകിട്ട് തീ നിറയ്ക്കുകയാ. ഒരു ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്, ഒരു ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. അല്ലാ, ചരിത്രം പറയുകയാ, ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിയുന്നില്ല. ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും ആ തീയുടെ മുകളിലൂടെ പറന്നു പോകുമ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ കരിഞ്ഞു വീഴുകയാ. അത്രയും ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇടാറ്. എന്നിട്ട് അതാ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ കൈകാലുകൾ കെട്ടി എന്നിട്ടൊരു അമ്പ് തയ്യാറാക്കുകയാണ്. ആ തീയിലേക്ക് ഇബ്രാഹിം നബിയെ എഴുതിടാൻ ഒരമ്പും ബില്ലും തയ്യാറാക്കി ഇബ്രാഹിം നബിയെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. വലിച്ചിങ്ങനെ തീക്കുണ്ടാരത്തിലേക്ക് ഇടാൻ, അങ്ങനെ ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാ. അപ്പോഴാണ് വരുന്നത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. മൂസ നബിയേ, ഒന്ന് അനുവാദം തരുമോ? ഞാൻ രക്ഷപ്പെടുത്താൻ നബിയേ, ഈ തീ ഞാൻ അണച്ചു കളയാൻ നബിയേ, ഞാൻ അങ്ങയെ സഹായിക്കട്ടെ. ആ സമയത്താണ് അല്ലാഹുവേ മൂസാ നബി പറയുന്ന, ജിബ്രീലേ, എനിക്ക് നിന്റെ സഹായം വേണ്ട, എനിക്ക് നിന്റെ സഹായം വേണ്ട. എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, എന്റെ നാഥനുണ്ടല്ലോ, ആ പടച്ച റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താൻ. എനിക്ക് നിന്റെ സഹായം വേണ്ട, എന്റെ കാര്യം നോക്കാൻ എന്റെ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താ. പടച്ചവനെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് അതാ ഉല്ലാസ യാത്രയ്ക്ക് പോയ ഇബ്രാഹിം നബിയുടെ ചരിത്രം ഖുർആൻ പറയുകയാ. ഖുൽയാ നാറുകൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അതാ ഇബ്രാഹിം നബി എവിടെന്ന് പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് കടന്നുപോയി. പടച്ചവനെ, അതാ മാസങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ, ശരീരത്തിലെ ഒരു രോമം പോലും കരയാതെ ഇബ്രാഹിം നബി ആ തീക്കുണ്ടാരത്തിൽ നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയാ. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാ പിന്നെ എങ്ങനാ? അല്ലാഹുവിനവനെ വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തിൽ പ്രയാസം വരുമ്പോ, ജീവിതത്തിൽ ദുഃഖം വരുമ്പോ, കുത്തുവാക്കും പരിഹാസങ്ങളും അപവാദങ്ങളും ജീവിതത്തിൽ കേൾക്കുമ്പോ തകർന്നു പോകല്ലേ, പതറിപ്പോകല്ലേ. പഠിച്ചോ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്ർ നിന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ. ഈ
ഈ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ. സാമ്പത്തികമായി സർവ്വതും തകർന്നു, പടച്ചവനെ തൂങ്ങാനൊന്നു തോന്നുന്ന സമയമുണ്ടല്ലോ, ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ. ഒരുത്തനെ പ്രണയിച്ചിട്ട് അവസാനം തേച്ചിട്ട് പോകുമ്പോ ചാകാൻ തീരുമാനിക്കുന്ന പെണ്ണേ, ഭർത്താവ് തലാക്ക് ചൊല്ലിയിട്ട് പോകുമ്പോ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെണ്ണേ, നാട്ടുകാരും കുടുംബക്കാരും നീ ചെയ്യാത്ത തെറ്റിന്റെ പേരില് നിന്നെ എല്ലാവരും വേദനിപ്പിക്കുമ്പോ ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെങ്ങള്, നാട്ടുകാർ മുഴുവനും പരിഹസിക്കുമ്പോ അപവാദങ്ങളും പരിഹാസങ്ങളും കേട്ട് കേട്ട് മടുത്ത് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുമ്പോ വീടിനകത്ത് ഒതുപെടുത്തിട്ടും ഇരിക്കണം, വീടിനകത്ത് ഒതുപെടുത്തിട്ടും ഇരിക്കണം. എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കണം. എന്നിട്ട് ആ നിസ്കരിച്ച മുസല്ലയിൽ ഇരുന്നിട്ട് ഒരു 3 പ്രാവശ്യം പറയണം, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദന വരുമ്പോ മോനെ നിസ്കാരപ്പായിലിരുന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് ഇങ്ങനെ പറയണം, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ഹൃദയം പൊട്ടുന്ന വേദനയുണ്ടായാൽ ആ ഹൃദയത്തിന്റെ മുകളിൽ കൈവച്ചിട്ട് പറയണം, ഹസ്ബുനല്ലാഹ്. എന്തേ പ്രതിഫലമെന്നറിയുമോ? ഇതാര് പറഞ്ഞതാണെന്നറിയുമോ? ഇബ്രാഹിം നബി നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് പോകുമ്പോ പറഞ്ഞ ദിക്റാ. അല്ലാഹു സഹായിച്ചത് അവിടെയാ, അല്ലാഹു സഹായിച്ചത് അവിടെയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് മഹദി ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീബിക്ക് നിന്നെ പോലെ 20, 25, 30, 35 വയസ്സില്ല. ആയിഷ ബീബി ചെറിയ പെണ്ണ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് സൗബാൻ എന്ന് പറയുന്ന ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. ആ സഹാബിയുമായിട്ട് ചേർത്ത് വെക്കുകയാണ്. സൗബാനും ആയിഷയും വ്യഭിചരിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയെ പോലും അവിടെ നിന്ന് വെറുതെ വിട്ടില്ല. പിന്നെയല്ലേ പള്ളിക്കരയിലെ പെണ്ണ്, നിന്നെ കുറിച്ച് നാട്ടുകാർ പറയുമ്പോ തകർന്നു പോകരുത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും ചേർത്ത് വെച്ചിട്ട് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. ഭർത്താവ് മാത്രമല്ല, വീട്ടുകാര് മാത്രമല്ല, നാട്ടുകാര് മാത്രമല്ല, പടച്ചവനെ ഒരു നാട് മുഴുവനും അവിടെ നിന്ന് പറയുകയാ. എവിടെ നോക്കിയാലും ആയിഷ ബീവിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കേട്ട് മടുക്കുകയാ. പ്രവാചകൻ എവിടെ പോയാൽ ആയിഷ ബീവിയെ കുറിച്ച് പറയുന്നതാണ് കേൾക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളൊന്നും മിണ്ടിയില്ല. വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, ആയിഷ. വീടിനകത്ത് തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക്, നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക്. പടച്ചവനെ, ആയിഷാനെ അള്ളാന്റെ റസൂൽ ഇറക്കി വിട്ടതല്ല, സംശയമുള്ളത് കൊണ്ടല്ല. നിനക്ക് സമാധാനം കിട്ടാ വീട്ടിൽ പോയിരിക്കൂ, അള്ളാഹു തീരുമാനമെടുക്കട്ടെ. പടച്ചവനെ, ആയിഷ ബീവിക്കെതിരായിരുന്ന തെളിവുകൾ മുഴുവനും ആയിഷയ്ക്ക് എതിരായിരുന്നു. എന്നാലും അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, കുറച്ചു ദിവസം സമാധാനം കിട്ടാൻ നീ നിന്റെ വീട്ടിലേക്ക് പോ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. വാപ്പാനെ കണ്ടപ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു, വാപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാൻ മുത്തുനബിയുടെ ഭാര്യയാണ്, ഞാൻ വ്യഭിചരിക്കുമോ? ഞാൻ എങ്ങനെ വ്യഭിചരിക്കുമെന്ന് എന്റെ ഉപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? അബൂബക്കർ തങ്ങൾ മിണ്ടിയില്ല.
വീട്ടിലേക്ക് ചെല്ലുമ്പോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നുണ്ട് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, മക്കളുടെ കണ്ണ് നിറഞ്ഞ സഹിക്കാൻ കഴിയാത്ത ഉമ്മയുണ്ടല്ലോ. ആയിഷാ ബീവി ഓടിച്ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന ഉമ്മ, ഞാൻ നിരപരാധിയാ, ഞാൻ നിരപരാധിയാ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഉമ്മ. ആയിഷയോടുമ്മ പറയുന്നു, മോളെ ആയിഷ, തെളിവുകൾ മുഴുവനും നിനക്കെതിരാ. തകർന്നു പോയി ആയിഷ, തകർന്നു പോയി ആയിഷ. ആ പെണ്ണുണ്ടല്ലോ, ആ ചെറിയ പ്രായക്കാരിയായ ആയിഷ ബീവി ഉണ്ടല്ലോ, വീടിനകത്തേക്ക് കേറി പെണ്ണേ നരമ്പ് മുറിച്ചില്ല, തൂങ്ങാൻ തയ്യാറായില്ല, തോക്കാൻ തയ്യാറായില്ല. ഒരു നാട് മുഴുവനും തന്നെ തെറ്റുകാരിയാണെന്ന് മുദ്ര കുത്തിയപ്പോ ആയിഷ എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള പെൺകുട്ടിയുണ്ടല്ലോ, വീടിനകത്ത് കയറി റൂമിനകത്തിരിക്കാൻ തുടങ്ങി. പടച്ചവനെ, ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസവും സുബഹിയുടെ നിസ്കാരം കഴിയുമ്പോ ആയിഷ ബീവി വീടിന്റെ വാതിലിൽ ഇങ്ങനെ നോക്കുകയാ, അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ, മുത്തുനബി വരുന്നുണ്ടോ. ആഴ്ചകളോളം കഴിയുകയാണ്. അവസാനം ഒരു ദിവസം നോക്കുമ്പോ സുബഹി നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ, ഇറങ്ങി ഓടുകയാ. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. പടച്ചവനെ, ഓടിച്ചെന്നിട്ട് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ? ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹ് പറഞ്ഞു, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹ് പറഞ്ഞു. റസൂലുള്ളാഹ് പറഞ്ഞു, ആയിഷ, ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായിട്ട് വന്നു. ആയിഷ കെട്ടിപ്പിടിക്കുകയാണ്, റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആയിഷ, എന്തേ ആയിഷ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി പറയുകയാ, എനിക്കുറപ്പായിരുന്നു നബിയേ, ജിബ്രീൽ വരുമെന്ന്, ഖുർആനിന്റെ ആയത്തിറങ്ങുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇത്ര ഉറപ്പിച്ചു പറഞ്ഞപ്പോ റസൂലുള്ളാഹ് ചോദിക്കുകയാ, എങ്ങനെയാ ജിബ്രീലിനെ വിളിച്ചിറക്കിയത്? 7 ആകാശം കടന്ന് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഖുർആനിന്റെ ആയത്തുമായി പടച്ച റബ്ബിന്റെ സഹായം നീ എങ്ങനെയാ നേടിയത്? എങ്ങനെയാണ് നീ നേടിയത്? യാ റസൂലല്ലാഹ്, ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഈ വീടിനകത്തിരുന്നത്? എങ്ങനെയാ മോളെ ആയിഷ നീ ഇങ്ങനെ ക്ഷമിച്ചത്? നിന്നെ കൊണ്ട് എങ്ങനെയാ ഇത് ക്ഷമിക്കാൻ കഴിഞ്ഞത്? എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോ എങ്ങനെയാണ് നീ പിടിച്ചു നിന്നത്? ആ സമയത്താണ് ആയിഷ ബീവി പറയുന്നു, യാ റസൂലല്ലാഹ്, നിസ്കാരപ്പായിലിരുന്നിട്ട് ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റാണ് നബിയേ. നെഞ്ചു പൊട്ടുമ്പോ, കണ്ണ് നിറയുമ്പോ, സഹിക്കാൻ കഴിയാതെ വരുമ്പോ, കണ്ണിലൂടെ കണ്ണുനീരൊഴുകുമ്പോ ഞാൻ പറഞ്ഞത് എന്തെന്നറിയുമോ? ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, എനിക്കല്ല മതി, എനിക്കല്ല മതി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നിസ്കാരപ്പായിലിരുന്നിട്ട് പറഞ്ഞത് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. പറഞ്ഞത് ഈ ദിക്റായിരുന്നു, പറഞ്ഞത് ഈ ദിക്റായിരുന്നു. അതുകൊണ്ട് പഠിച്ചു വെച്ചോ, ഒരാളുടെ ഹൃദയത്തിൽ അല്ലാഹ് കേറി കഴിഞ്ഞാൽ, അല്ലാഹ്
ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ എന്റെ പ്രിയപ്പെട്ടവരെ തവക്കൽതു അലല്ലാഹ് പറയുന്ന മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അവനെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എവിടെന്ന് പറയുകയാ? അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ? അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹ് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, പടച്ച റബ്ബ് നിന്റെ കൂടെയുണ്ടല്ലോ. എന്തിനാ മനുഷ്യ നീ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹ് നിന്റെ കൂടെയുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പടച്ചവനെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾക്ക് അധികാരമില്ല, നമ്മൾക്ക് ആൾബലമില്ല, പടച്ചവനെ നമുക്കൊത്തൊരുമയില്ല, ഒന്നുമില്ലെങ്കിലും നീ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹ് നിന്റെ കൂടെയുണ്ടല്ലോ. രണ്ടാമതായിട്ട് വേണ്ടത് തവക്കൽതു അലല്ലാഹ് എന്ന് ജീവിതത്തിൽ പറയുന്നവന്റെ കൂടെ അല്ലാഹുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. പൗരത്വ ബില്ല് വന്നാലും ഏക സിവിൽ കോഡ് വന്നാലും ഇവിടെ എന്തൊക്കെ വന്നാലും ആര് നമ്മുടെ കൂടെയുണ്ട്? അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരും വലിയ ടെൻഷനില്ല ഉസ്താദെ, നമ്മൾ എങ്ങോട്ട് പോകും ഉസ്താദെ? എങ്ങോട്ട് പോകും? വീട്ടിൽ പോകണം. ഓടിപ്പോയി നമ്മൾ എന്തായാലും എങ്ങോട്ട് പോകാനുള്ളത്? ഇവർ പറയുന്നത് നമ്മൾ ഈ രാജ്യത്തിലുള്ളവരല്ല എന്ന. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ശരിയാ, നമ്മുടെ വീട് ഇവിടാണോ? നമ്മുടെ വീട് ഇവിടാണോ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? നമ്മുടെ നാടിതാണോ? നമ്മുടെ തറവാടേതാ? നമ്മുടെ തറവാടേതാ? എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? പറ ചങ്ങാതി, നിന്റെ ഉപ്പുപ്പ ആയ ആദൻ നബി എവിടാ ജീവിച്ചേ? ആദൻ നബി എവിടാ ജീവിച്ചേ? എന്തിങ്ങനെ എന്നെ നോക്കണേ? ആദൻ നബി എവിടാ ജീവിച്ചേ? ഉമ്മുമ്മയല്ലേ ഹവ്വാ റളിയല്ലാഹു തആല അൻഹ. അപ്പൊ ഉപ്പുപ്പായി ഉമ്മുമ്മായി എവിടാ ജീവിച്ചത്? ഞാൻ എന്റെ വല്ലം പറ മനുഷ്യ, എവിടാ ജീവിച്ചേ? സ്വർഗത്തിൽ ഇല്ലേ? പറ, സ്വർഗത്തിലല്ലേ? നമ്മുടെ തറവാട് അതല്ലേ? അങ്ങോട്ട് പോകേണ്ടവരാ നമ്മൾ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിവിടെ പേടിയാ ഉസ്താദെ, എല്ലാം പോവല്ലോ ഉസ്താദെ, എന്ത് ഈ ഉസ്താദെ? 2 നില വീട് പണിതിട്ടുണ്ട്, ഏക്കർ കണക്കിന് ജാഗയുണ്ട്, ഇതൊക്കെ കളഞ്ഞിട്ട് എവിടെ പോവാനാ? വലിയ ബേജാറ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പേടിക്കണം നമ്മളെ പേടിപ്പിക്കൂ അല്ലാഹ്. അല്ലാഹു തന്നെ ചോദിക്കുന്നുണ്ട്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ വെറുതെ പോകാമെന്ന് നീ കരുതിയോ? അല്ലാഹു തന്നെ നമ്മളോട് ചോദിക്കുകയാ, എടാ സ്വർഗത്തിലേക്ക് വെറുതെ പോകാമെന്ന് നീ കരുതിയോ? ഇല്ലടാ. ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, അനുഭവിക്കണം നീ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയും. മരുഭൂമിയിൽ മലർത്തിക്കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ കൊണ്ട് തല്ലി ചതയ്ക്കുമ്പോഴും കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ കൊടുക്കാതെ ഇവിടെ കിടന്ന് കാഫിറായിട്ട് ചാകടാ എന്ന് പറഞ്ഞ് ബിലാല് തങ്ങളെ തല്ലിച്ചതയ്ക്കുമ്പോൾ വെള്ളത്തിന് വേണ്ടി യാചിച്ചപ്പം ഒട്ടകത്തിൻ്റെ മൂത്രമെടുത്തുകൊണ്ടുവന്ന് ബിലാല് തങ്ങളുടെ മുഖത്തെ കൊഴിക്കുമ്പോഴും ബിലാല് തങ്ങൾ വിളിച്ചു പറഞ്ഞത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ഇത് പിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചരിത്രമല്ല. ഇത് ഉസ്താദന്മാര് പിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചരിത്രമല്ല. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെ പടച്ചവനെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ണിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഭർത്താവിന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് തീ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് തലകീഴായി ജീവനോടെ തീക്കകത്ത് തലകീഴായി നിർത്തി തൻ്റെ ഭർത്താവിന്റെ ശരീരത്തിലൂടെ പച്ച ഇറച്ചി ഇങ്ങനെ കരിയുകയാ. തീ വെന്തിട്ട് തലയിലൂടെ രോമങ്ങളിലൂടെ ശരീരം മുഴുവനും തീ കൊണ്ടിട്ട് ഷവായി ഉണ്ടാക്കുന്നത് പോലെ അല്ലാഹുവേ പടച്ചവനെ സുമയ്യ ബീവിയുടെ ഭർത്താവിനെ ജീവനോടെ കത്തിക്കുമ്പോൾ അത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഓടിച്ചെന്ന് ഭർത്താവിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് വെളിയിലേക്ക് തല്ലിയിട്ട് ഭർത്താവിൻ്റെ ശരീരത്തിൽ മണലുവാരിയിട്ട് ഭർത്താവിൻ്റെ ശരീരത്തിലെ തീ അണച്ച് തൻ്റെ ഭർത്താവ് മരണത്തോട് മല്ലടിക്കുമ്പോൾ
ആസിയ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് പറഞ്ഞുകൊടുത്തു, ഇവന്മാര് കൊന്നാലും അള്ളാനെ കൈവിടരുത്, ഇവന്മാര് നമ്മളെ കൊന്നാലും അല്ലാഹു അഹദ്, നമുക്ക് സ്വർഗമുണ്ട്, തോറ്റുകൊടുക്കരുത്. അബൂജഹൽ കടന്നു വന്നിട്ട് സുമയ്യ ബീവിയെ ചവിട്ടി തറയിലിട്ടു. തലയിൽ തൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് കാലു വെച്ചിട്ട് സുമയ്യ ബീവിയുടെ തല മണ്ണിനകത്തേക്ക് ചവിട്ടി താഴ്ത്തുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അഹദ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാ, മലർത്തിക്കടത്തിയിട്ട് കുന്തമെടുത്തിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യ ഭാഗത്തേക്ക് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അഹദ്. ഇത് പിരിക്കാനുള്ള ചരിത്രമല്ല, ഇത് കോരിത്തെരിപ്പിക്കാനുള്ള ചരിത്രമല്ല. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങളാ. ഇതൊക്കെയാണ് ഇവര് കിടക്കുന്ന സ്വർഗവാ. ഈ കല്ലിങ്കാലുകാരായ നിങ്ങളും അള്ളാഹിനോട് ചോദിക്കണത്, അവര് പോണ സ്വർഗത്തിലാ നമ്മളും പോകണ്ടേ? നമുക്കെന്ത്? മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ മക്കയിൽ നിന്ന് പീഡനം സഹിക്കാൻ കഴിയാതെ സഹാബികൾ മദീനത്തേക്ക് ഹിജറ പോയപ്പോ മക്കക്കാര് പറഞ്ഞുടാ, ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ നീയോ അള്ളായും പൊക്കോളാൻ. എന്തേ പറഞ്ഞേ? എടാ, ഈ നാട്ടിൽ ഉണ്ടാക്കിയ നിന്റെ സമ്പാദ്യം മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും മുഹമ്മദും നിന്റെ മതവും പൊക്കോടാ എന്ന് പറഞ്ഞപ്പോ നിന്റെ ഒന്നും എനിക്ക് വേണ്ടടാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് ഉടുതുണിയും വെച്ചുകൊണ്ട് മദീനത്ത് പോയവരാ സഹാബത്ത്. നമ്മളോട് പറയുന്നു വീട് പോകും പറമ്പ് പോകുമെന്ന് പറയുമ്പോഴേ നമ്മൾ വിറയ്ക്കാൻ തുടങ്ങി, നമ്മൾ പേടിക്കാൻ തുടങ്ങി. സഹോദര, ചിന്തിക്ക്, നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടവരാ. നമ്മൾ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും എങ്കിലെങ്കിൽ ഇത് നേരെ ആവത്തുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് നേരെയാകണമെങ്കിൽ അത് കള്ളമാകത്തില്ലല്ലോ. അപ്പൊ അതിന്റെ തുടക്കമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിരട്ടലുകൾ 4 ഭാഗത്ത് നിന്നും നടക്കും. 4 ഭാഗങ്ങളിൽ നിന്നും കൊല്ലും, കരിക്കും, വെട്ടും എന്നൊക്കെ പറഞ്ഞ് പലരും വരും. നമ്മൾ എന്ത് ചെയ്യരുത്? പേടിക്കരുത്. നമ്മളിങ്ങനെ ഓലപ്പടക്കങ്ങളൊക്കെ കാണിക്കുമ്പോഴേ വരണ്ടു തുടങ്ങിയ ഇനി അമുട്ടൊക്കെ വരുമ്പോ എന്ത് ചെയ്യും സഹോദര? ഇനി വലുതൊക്കെ വരാനുള്ളതല്ലേ ഉള്ളൂ. എന്റെ പൊന്നാര സഹോദരങ്ങളെ, നിങ്ങൾ അല്ലാഹ് ആരാന്ന് മനസ്സിലാക്ക്. പേടിച്ചോടല്ലേ, കയ്യാലി വിറയ്ക്കല്ലേ. നിങ്ങൾ അല്ലാഹ് ആരാന്ന് മനസ്സിലാക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിലേക്ക് ഹിജറ പോകുകയാണെന്ന് അറിഞ്ഞപ്പോ ശത്രുക്കൾ മുഴുവനും വാളുവെടുത്തു കൊണ്ടുവന്നിട്ട് മുത്തി നബിയുടെ വീട് വളഞ്ഞു. ഇറങ്ങുമ്പോ വെട്ടിക്കൊന്നേക്കണം. ആരാണോ കാണുന്നത് അപ്പൊ തന്നെ വെട്ടിക്കൊള്ളണം. എല്ലാവരും വാള് പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ വീട് വളഞ്ഞിരിക്കുകയാ. വീടിനകത്താണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു. മുത്തി നബി ചോദിച്ചു, അലിയാര് തങ്ങളോട് ചോദിച്ചു, നീ ഇവിടെ കിടക്കോ? അലിയാര് തങ്ങളോട് ചോദിച്ചു, നീ ഇവിടെ കിടക്കോ? അലിയാര് തങ്ങളുടെ ധൈര്യം പഠിക്കേണ്ടത്. ഞാൻ ഇവിടെ കിടക്കും നബി, എനിക്കെന്താ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്ന സ്ഥലത്ത് അലിയാര് തങ്ങളെ കിടത്തി. പ്രവാചകൻ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായപ്പോ അല്ലാഹ് ആരാന്ന് പഠിക്കണം മുസ്ലിം ആദ്യം. നിനക്ക് ഇതുവരെ അല്ലാഹി തിരിഞ്ഞിട്ടില്ല. അല്ലാഹ് ആരാണെന്ന് നീ പഠിക്ക്. മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, നബിയെ, യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരണം. കയ്യിൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു യാസീൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ ഖുർആൻ പറയുന്നു. മുത്തി നബിയോട് പറഞ്ഞു, നബിയെ, യാസീനിലെ ഈ ആയത്ത് ഓതണം, എന്നിട്ട് മണ്ണിലൂതിയിട്ട് വാതില് തുറക്കണം, ഒറ്റ ഏറെറിയണം, ഇറങ്ങിപ്പൊക്കോണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാര് തങ്ങളെ പിടിച്ച് കിടത്തിയിട്ട് ജിബ്രീൽ AK-47 അല്ല കൊണ്ടുകൊടുത്തത്. ആദ്യം മനസ്സിലാക്കട പൊട്ട. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ബോംബും അമുട്ടും തോക്കും ഒന്നുമല്ല കൊടുത്തേ. ഒരു പിടി മണ്ണ് വാരാൻ പറഞ്ഞു. അതിനകത്ത് എന്താ ഉള്ളേ? ഒരു പിടി മണ്ണ് വാരിയിട്ട് ഖുർആനിലെ യാസീനിലെ ഒരു ആയത്തോതണം, വാതില് തുറന്നെറിയണം, എന്നിട്ട് അവന്റെ കണ്ണിന്റെ മുന്നിൽ കൂടെ ഇറങ്ങിപ്പോകാനാ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് പോയില്ലേ? അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അതാ മനസ്സിലാക്കണം. ഇതാ അള്ളാഹ്, ഇതാണ് അള്ളാഹ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വാഹനവുമായിട്ട് കാത്തു നിൽക്കുകയാ. അവസാനം റസൂലുള്ള ചോദിച്ചു, അബൂബക്കർ നീ എന്റെ കൂടെ വരുന്നുണ്ടോ? ഞാൻ റെഡിയാ നബി, എല്ലാം റെഡിയാക്കി നിൽക്കുക. വരുന്നുണ്ടോ? ചാടി കൂടെ കയറി. രണ്ടുപേരും കൂടെ പോകുന്ന വഴിയിലാണ് ശത്രുക്കൾ അറിഞ്ഞ് ഓടാൻ തുടങ്ങി. നാലാ ഭാഗങ്ങളിലും കണ്ട കൊല്ലാൻ ഓർഡറിട്ടു. ജനങ്ങൾ മുഴുവനും ഓടുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൗറ ഗുഹയ്ക്കകത്തിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിറയ്ക്കാൻ തുടങ്ങി. കയ്യും കാലും പേടിച്ചിട്ട് വിറയ്ക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ അബൂബക്കറെ വിറയ്ക്കണേ? നബിയേ, ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ എത്തിക്കഴിഞ്ഞു. അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം എന്താ ഇതിനകത്ത് അടിക്കുക. എന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നുണ്ട്. അവനൊന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കും. ആ സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഇത് ഖുർആൻ പറഞ്ഞതാ, ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, അബൂബക്കറെ, അല്ല നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കറെ? നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ, മൂന്നാമനായിട്ട് അല്ലാഹു ഉണ്ടല്ലോ. അതാ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ അബൂബക്കറെ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ആ മുകളിൽ നിൽക്കുന്നവൻ തന്റെ കാലിൽ നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്ക, അല്ല നമ്മുടെ കൂടെയുണ്ട്, പിന്നെ എന്തിനാ പേടിക്കണേ? അവന്റെ കാലി നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ച പോരാ, അല്ല തീരുമാനിക്കണം. അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, മുസ്ലിമാണോ, ഈമാനുണ്ടോ, അല്ലാഹയെ വിശ്വാസമുണ്ടോ, അല്ല മതി നിനക്ക്. അല്ല നിന്റെ കൂടെയുണ്ട്. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അല്ല നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നിനക്ക് ഇത്ര പേടി എന്താ മനുഷ്യൻ? ഞാൻ അതാ ചിന്തിക്കണേ. നമ്മൾ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? ജനിച്ചപ്പോ തന്നെ മയ്യത്ത് നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുവോ? മയ്യത്ത് നിസ്കാരത്തിന് ബാങ്ക് ഇഖാമത്തും വിളിക്കാറുണ്ടോ? ഇല്ല. നീ ജനിച്ചപ്പോ തന്നെ അത് വിളിച്ചു വെച്ചിരിക്കുകയാ. പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ 5 നേരം ബാങ്കും കൊടുക്കും, ഇഖാമത്തും കൊടുക്കും. പക്ഷെ മയ്യത്ത് നിസ്കാരത്തിന് മുമ്പ് ബാങ്കും വിളിക്കൂല, ഇഖാമത്തും കൊടുക്കൂല. അതുള്ളത് നീ ജനിച്ചപ്പോ തന്നെ. ഒരു ചെവിയിൽ ബാങ്ക്, അടുത്ത ചെവിയിൽ ഇഖാമത്ത്. കാരണം നീ മരിച്ചാ ഇത് വിളിക്കാൻ സമയമില്ല, കുളിപ്പിച്ചു കുഴിച്ചിട്ടോണം. ഇതാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെ നേർച്ചക്കോഴികളെ പോലെ നടക്കണം. നമുക്ക് എന്താ പേടി? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതിനാ പേടിക്കണേ? അല്ല നമ്മുടെ കൂടെ ഇല്ലേ ചെറുപ്പക്കാരാ? മോനെ, അല്ല കൂടെ ഉണ്ടെങ്കിൽ യാതൊരു ഭയവും വേണ്ട, ഒരു പേടിയും വേണ്ട. ജീവിതത്തിൽ ഇനി എന്തു വന്നാലും അല്ല മതി നമുക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ പറയാൻ എളുപ്പമാ. പക്ഷെ അത് ജീവിതത്തിൽ, ഹൃദയത്തിൽ ഉറയ്ക്കണമെങ്കിൽ എന്തു പറയണം? തവക്കൽതു അലല്ലാഹ് പറയണം. പെങ്ങളെ പറയാൻ എന്താ പറ്റി? വയ്യ, സുഖമില്ലാത്ത ആൾ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ഒരു ആമീൻ പറയടോ ചങ്ങാതി. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ആ ഉപ്പയ്ക്ക് സുഖമില്ലാതെ വയല് കേൾക്കാൻ വന്നു. ആരോഗ്യമുള്ളവൻ വീടിയും വലിച്ച് വെളിയിൽ നിൽക്കുന്നുണ്ട്, സോഡാ നാരങ്ങ അടിച്ചിട്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. പഠിച്ചോനെ, പിന്നെ പ്രായമുള്ളവരെ കുറിച്ച് പറയണ്ട, ചെറുപ്പക്കാരെ കുറിച്ചൊന്നും ഒന്നും പറയണ്ട. ഇപ്പൊ വീടിയൊന്നും ഇല്ലെന്നേ. ഉണ്ടോ? കള്ളുകൂടിയുണ്ടോ? കള്ളുകൂടിയില്ല, കള്ളില്ല, വാറ്റിയാരായമില്ല, വീടി വലിയില്ല, സിഗരറ്റ് വലിയില്ല, ഒന്നുമില്ല. ഇപ്പോൾ ഉള്ളത് മറ്റേത് ഇങ്ങോട്ട് വകത്ത് വെച്ചിട്ട് കറങ്ങി നടന്നാൽ മതി. ഇപ്പൊ ചെറിയ ഗുളിക കിട്ടും, വായു ഗുളിക പോലൊരു സാധനം ഉണ്ട്. അതടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി എന്തെങ്കിലും പറഞ്ഞവനെ കറക്കിക്കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പം എല്ലാം ചെറുത്. നിങ്ങളൊക്കെ വലിയ ആള്, നിങ്ങൾ വീടി വലിക്കണം. വലിയ ആൾക്കാരൊക്കെ സിഗരറ്റും വീടിയൊക്കെ വലിക്കുമ്പോൾ ചെറിയ 20 താഴെ പ്രായമുള്ളവർ, 25 താഴെ പ്രായമുള്ളവരൊക്കെ അടിക്കണത് കൂടിയ സാധനമാണ്. നിങ്ങളൊന്നും അടിച്ചിട്ട് പോലും ഇല്ല. വീടി വലിച്ചാലും കള്ളു കുടിച്ചാലും അത്രയും പവർ കിട്ടൂല.
അതിനേക്കാളും വലിയ പവറാ ഉസ്താദ്. അതൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു എന്താണെന്ന് അറിയില്ല, എന്തൊരു ആരോഗ്യ ഉസ്താദ്, എന്തൊരു ആരോഗ്യ, എന്താ ചെയ്യണേന്നറിയില്ല. ആരെ കൊല്ലാൻ പറഞ്ഞാലും കൊല്ലും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നോട് പറഞ്ഞു ഉസ്താദ് അതിനെക്കുറിച്ച് പറയണമെന്ന്. എനിക്ക് ജീവനോടെ തിരിച്ചു പോകണം, അതുകൊണ്ട് ഞാനൊന്നും വേണ്ടുന്നില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളഞ്ഞിട്ടടിച്ചാലോ, നമുക്ക് പേടിയാ. നമ്മൾ ആലോചിക്കേ, നമുക്ക് ചിരിക്കേണ്ട വാപ്പ നിന്റെ മോനും ഉണ്ടോയെന്ന് നീ ആലോചിക്ക്. ഏതെങ്കിലും ഒരു വാപ്പാടെടുക്കൽ ആരെങ്കിലും പോയിട്ട് പറയുന്നു, ഉപ്പ നിങ്ങളുടെ മോൻ മറ്റേ ടീമിലുണ്ട് കേട്ടോ. എൻ്റെ മോനോ? പോടാ മറി. ഇല്ല, എൻ്റെ മോനോ? മലക്ക എൻ്റെ മോൻ. അവൻ അങ്ങനെയൊന്നും ചെയ്യൂല. അവസാനം പോലീസ് വെക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഞങ്ങളുടെ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ റോഡിൽ നിന്നിട്ട് വീടി വലിക്കുക. ചെറിയൊരു കുട്ടി, ചെറിയൊരു പയ്യൻ പരസ്യമായിട്ട് വീടി വലിക്കുന്നത് കണ്ടപ്പോ ഒരാള് പോയിട്ട് ആ കുട്ടിയുടെ വാപ്പാനോട് പറഞ്ഞു, നിങ്ങളുടെ മോൻ ആ പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് വീടി വലിക്കുന്നു. പള്ളിയുടെ മുന്നിൽ അത്രയും പ്രായമുള്ളവരുടെ മുന്നിൽ നിന്നിട്ട് രഹസ്യമായിട്ട് വലിക്കാൻ പറ. എന്തിനാ ഇങ്ങനെ പരസ്യമായിട്ട് വലിക്കുന്നേ എന്നൊന്ന് ഉപദേശിക്കാൻ പറഞ്ഞു. അപ്പൊ വാപ്പ പോയ ആളോട്, നിങ്ങൾ അവനോട് എൻ്റെ മുന്നിൽ ഇരുന്ന് വലിക്കല്ലേ എന്ന് പറയാൻ. അവൻ വാപ്പാടെ മുന്നിൽ ഇരുന്ന് വലിക്കുക. ഇതാ അവസ്ഥ. ഇതാണ് ഇന്നത്തെ യുവത്വത്തിന്റെ അവസ്ഥ. എന്നോട് പറഞ്ഞു ഉസ്താദെ പ്രസംഗിക്കാൻ. ഞാൻ എന്ത് പ്രസംഗിക്കാനാ? സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത വിഷമം എന്തിനാ എനിക്ക്? പാപ്പായ്ക്കും ഉമ്മായ്ക്കും ഇല്ലല്ലോ ഉത്തരവാദിത്തം. എടാ, പണ്ടുള്ള കുട്ടികൾ 8 മണിക്ക് മുമ്പ്, മഗ്‌രിബിന് മുമ്പ് വീട്ടിൽ കയറും അല്ലേ? മഗ്‌രിബിന് മുമ്പ് കൂടിപ്പോയ ഇശാ നിസ്കാരം കഴിയും. 8 മണി 8:30 വീടിനകത്ത് ആണും പെണ്ണും കയറിയിട്ട് ഹാജരിൽ ഒപ്പിട്ടിരിക്കണം. ഇന്നോ 12 മണിക്ക് 1 മണിക്ക് ഇതിലെ തേരാപ്പാര നടക്കും. 50 വയസ്സുകാരനല്ല. കാരണം ഉമ്മാനോട് ചോദിച്ചാൽ പറയും ജോലിക്ക് പോയതാ, രാത്രി ജോലി. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം 5-6 പെങ്ങന്മാരെ കെട്ടിക്കാനുണ്ട്, വീട് വെക്കണമില്ലേ? അതുകൊണ്ട് സഹോദര സഹോദരി, വെറുതെ പ്രസവിച്ചാൽ മാത്രം പോരാ, അതിനെ പോറ്റാൻ കൂടെ പഠിക്ക്. മക്കളെ നന്നാക്ക്. നിനക്ക് സമയമില്ല മോന്റെ കാര്യം നോക്കാൻ. മോൻ മുടിയും വളർത്തി പറവയെ പോലെ നടക്കുന്നു. ഇന്ന് വരെ നീ പറഞ്ഞിട്ടുണ്ടോ വെട്ടാൻ? പെണ്ണ് കെട്ടടാന്നാ പറയണ അവൻ്റെ അടുത്ത്. നാലിച്ചയ്ക്ക് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഭർത്താവെങ്ങാണം മക്കളെ ഉപദേശിച്ച ഉമ്മ കയറിയിട്ട് ഇടയ്ക്ക് നിന്നിട്ടും വേണ്ട 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 വേണ്ട, എൻ്റെ പൊന്നു മോൻ അവനെ ഒന്നും ചെയ്യരുത്. നാളെ നിന്റെ നെഞ്ചത്ത് അവൻ കയറി നിൽക്കും പരലോകത്ത്. അള്ളഹാനോട് പറയും, പടച്ചവനെ കാല് പൊള്ളുന്നു അല്ല, എൻ്റെ ഉമ്മച്ചിയെ ഒന്നും മലത്തി കടത്തിത്താ, നെഞ്ചത്ത് തന്നെ ഞാൻ നിൽക്കുക. അല്ല, എന്നെ നശിപ്പിച്ചത് ഈ തള്ളയാ. എന്നെ കള്ള പിടിച്ചിർത്തും വാപ്പ. വേറെ ഒന്നും വേണ്ട. നിങ്ങളുടെ മക്കള് തന്നെ അള്ളഹാനോട് പറയും, എന്നെ നശിപ്പിച്ചത് ഇവരാ. ഞാൻ ചെറുക്കനാപ്പാ, ചെറിയ കുട്ടിയാ. ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ ഉപദേശിക്കേണ്ടത് ഇവരല്ലേ? ഞാൻ വാശി കാണിക്കും. മുടിവെട്ടി നടന്നു. സിനിമയുടെ സ്റ്റൈലുകൾ കണ്ടപ്പോ, എല്ലാരും മുടിവെട്ടുന്ന കണ്ടപ്പോ ഞാനും വെട്ടി. വീട്ടിൽ ചെന്നപ്പോ ഇവരെന്നോട് വെട്ടാ മുടി പോയി വെട്ടിട്ട് പാടാ. ഞാൻ കരഞ്ഞപ്പോ ഇവര് പറഞ്ഞു, പോട്ട മോനെ നടന്നോളാം ഇങ്ങനെ തന്നെ. അള്ളാഹുടെ മുന്നിൽ പിടിച്ചു നിർത്തുമ്പോ അവിടെ വെച്ച് കാണാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ യുവത്വത്തിന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു നമുക്ക് മതിയായവനാകും. ജീവിതത്തിൽ തവക്കൽതു അലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നമ്മുടെ കൂടെയുണ്ട്. പിന്നെ നമ്മൾ ആരെയും പേടിക്കണ്ട. നമുക്ക് അള്ളാഹു തന്നെ സർവ്വതും സാധിച്ചു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. 10 മണിയായില്ലേ? വാച്ചിൽ നോക്കുമ്പോൾ തന്നെ ചിലരിങ്ങനെ നോക്കും, എന്നെയും നോക്കും. വാച്ചിലും നോക്കുന്നു, എന്നെയും നോക്കുന്നു. ചിലർ കോട്ടുവായിട്ട് കാണിക്കുന്നു, ഉസ്താദെ ഉറങ്ങാറായെന്ന്. 10 മണിയായി, എന്ത് വേണം? പറയടോ, എന്ത് വേണം? എനിക്ക് നാളെ ഇനി മലപ്പുറത്താ പരിപാടി, വേറെങ്ങും പോകാനില്ല. എന്ത് വേണം? 11:12 ലേലം വിളി വല്ലതും ഉണ്ടോ? അപ്പാ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഒരു അരമണിക്കൂറോടെ പൊക്കൂടെ? അരമണിക്കൂറോടെ പൊക്കൂടെ? ഇതെന്താ മാസ്ക് ഇട്ടിട്ട് എനിക്കൊന്നും കേൾക്കണില്ല. പറയൂ, ഇരുന്നൂടെ? എന്തായാലും ഇൻഷാ അല്ലാഹ് നാളെ എത്ര മണിക്കാ റാത്തീബ്? 10. ചോറൊക്കെ ഉണ്ടോ? എങ്ങനെ, ബിരിയാണിയാ? അള്ളാഹുവേ, ഇങ്ങനെ ആയോ? പൂച്ച നല്ല ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്ന നാടല്ലേ. ഇപ്പൊ എന്ത് തേന, എന്താ? സുബ്ഹാനല്ലാഹ്. സാധാരണ ഇങ്ങനത്തെ മജ്ലിസിന്റെ ലാസ്റ്റ് ദിവസമല്ലേ ഇതൊക്കെ കൊടുക്കുന്നത്. അല്ലാഹു അഅലം. അപ്പൊ ഇവർക്കൊന്നും ഒന്നുമില്ല, പാപമില്ലേ? വയത് കേൾക്കാൻ വരുന്നവരെ കേട്ടിട്ട് വെക്കണം. മാറ്റമൊക്കെ വരുത്തണം കേട്ടാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറ 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു കോവിഡ് ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു കേട്ടോ. എന്തിനും ഒരു കോവിഡിന്റെ പേരുള്ളത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു. ശരി, ആഖിറം കൂടെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം അള്ളാഹ് പറയുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം എന്താ? മൂന്നാമതായി പടച്ചറപ്പ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ ഇന്നമ സുൽത്താനു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, മക്കളുള്ള ഉമ്മമാര് കേട്ടോ, കൊച്ചുമക്കളുള്ള ഉമ്മമാര് കേട്ടോ, അള്ളാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ, പിശാചിന്റെ ഉപദ്രവങ്ങളുണ്ടല്ലോ, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളുണ്ടല്ലോ, ആ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷ കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആരാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് അവനെ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മദ്രസയിലേക്ക് മക്കൾ പോകുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ധൈര്യമായിട്ട് പൊക്കോ. സ്കൂളിലേക്ക് പോകുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ധൈര്യമായിട്ട് പൊക്കോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാചിന്റെ ഉപദ്രവം നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വൈകുന്നേര സമയം, സൂര്യൻ അസ്തമിക്കുന്ന സമയം, ആ മഗ്രിബിന് തൊട്ടു മുമ്പുള്ള സമയം. ഇപ്പൊ 6:05 6:10 അങ്ങോട്ടല്ലേ ഉസ്താദേ ബാങ്ക്? 6:05 സങ്കല്പിക്കുക. ആ മഗ്രിബിന് തൊട്ടു മുമ്പുള്ള സമയം 5:45 മുതൽ ആ മഗ്രിബിന്റെ ബാങ്ക് വിളിച്ച് കുറേ സമയം വരെ നിങ്ങൾ കൊച്ചു കുട്ടികളെ വീടിന് പുറത്തു വിടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വൈകുന്നേര സമയം നിങ്ങളുടെ മക്കളെ നിങ്ങൾ പുറത്തു വിടരുത്, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പുറത്തു വിടരുത്, നിങ്ങൾ തടഞ്ഞു വെക്കണം. കാരണം ആ സമയത്ത് പിശാചിറങ്ങുന്ന സമയമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി, ഉറക്കെ പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാ പണ്ടുള്ള ഉമ്മമാര് കൊച്ചുമക്കളെ വെളിയിൽ വിടൂല. വൈകുന്നേര സമയമായാൽ, ഒരു സന്ധ്യയായി കഴിഞ്ഞാൽ കുട്ടികളെ പുറത്തേക്ക് വിടാറില്ല. കാരണം എന്തേ? ആ സമയത്ത് ഇബിലീസ് ഇറങ്ങും. പെണ്ണുങ്ങളും ഇറങ്ങാൻ പാടില്ല എന്നാ. കുട്ടികളും പെണ്ണുങ്ങളും ആ സമയത്ത് വീടിന് പുറത്തിറങ്ങരുത്. കാരണം ഇബിലീസ് ഇറങ്ങുന്ന, പിശാചി ഇറങ്ങുന്ന സമയമാ. അതുകൊണ്ട് രക്ഷപ്പെടാൻ നമ്മളോ അപ്പോഴാ വാരി കെട്ടിയിട്ട് കടപ്പുറത്ത് പോന്നേ. നമ്മളെപ്പോഴാ? ആ 6 മണി സമയത്ത് മഗ്രിബിന് ബാങ്ക് വിളിക്കുമ്പോഴാ നീ ഒരുങ്ങി കെട്ടി അങ്ങോട്ട് ഇറങ്ങുന്നത്. എവിടെ പോവാൻ? കറങ്ങാൻ പോകാൻ. പിന്നെ ശൈത്താൻ കേറിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല, ഇതൊക്കെ ഹദീസല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതാ. അല്ലാതെ ഉമ്മാമായ്ക്ക് നിന്നോട് വൈരാഗ്യം ഉള്ളത് കൊണ്ടല്ല. കൊച്ചു മക്കള് പോകാൻ ഇറങ്ങുമ്പോഴത്തേക്ക് മരുമോള് മക്കളെയും കൊണ്ട് ഇറങ്ങുമ്പോ അമ്മായി അമ്മ പറയുമ്പോ വേണ്ട വേണ്ട, അവൾക്ക് ദേഷ്യം കണ്ടോ, നിങ്ങളുടെ ഉമ്മ എന്നെ വിടുന്നില്ല ഒന്ന് കറങ്ങാൻ പോലും. വൈരാഗ്യമാണെന്നാ നീ കരുതുന്നേ? ഒരിക്കലും വൈരാഗ്യമല്ല. നിനക്ക് വേണമെങ്കിൽ ഇറങ്ങാം, അലഞ്ഞു തിരിഞ്ഞ് നടക്കാം. പക്ഷേ മക്കളും അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇബ്ലീസ് പിശാചിന്റെ ഉപദ്രവമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടതാ. ഒന്ന് ഏർവാടിയിലും ആറ്റാങ്കരയിലും ഒക്കെ ഒന്ന് പോണം സഹോദരങ്ങളെ, സഹോദരിമാരെ. ഏർവാടിയിലൊക്കെ പോയിട്ട് ഒരു രാത്രി അവിടെ ഇരുന്ന് ചെലവഴിക്ക്. നിനക്ക് ശൈത്താനെ കാണണമെങ്കിൽ, ശൈത്താന് ശരീരത്തിൽ കൂടിയവരെ കാണണമെങ്കിൽ, അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നെഞ്ചു പൊട്ടിപ്പോകും. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ആ മക്കാമിന്റെ മുന്നിൽ കിടന്നിട്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ കണ്ടാൽ സഹിക്കും, കണ്ണ് നിറഞ്ഞു പോകും. നമ്മൾ എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല? കളിയും തമാശയും. എന്നിട്ട് ഉസ്താദിന്റെ അടുക്ക വരുക, ഉസ്താദെ രാത്രി എല്ലാം കടന്ന് കരച്ചൊരു ഉസ്താദെ, ഇവൻ ഉറക്കമില്ല ഉസ്താദെ, ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന ഉസ്താദെ, പാട്ടുപാടുന്ന ഉസ്താദെ. എങ്ങനെ വന്നു സഹോദരി?
ഇതൊക്കെ എങ്ങനെ വന്നു? നീ നിന്റെ മക്കളെ നശിപ്പിച്ചതല്ലേ? നീയല്ലേ ഉമ്മ? നിന്റെ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്കല്ലേ? എന്തുകൊണ്ട് നീ ചെയ്തില്ല? അവസാനം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ, നിങ്ങൾ എപ്പോഴും തവക്കൽതു അലല്ലാഹ്, എങ്ങോട്ട് പോകുമ്പോഴും നിങ്ങൾ പറയണം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. നിങ്ങൾ തവക്കൽതു അലല്ലാഹ് പറയണേ. അത് പറഞ്ഞാ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലമുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാഹുവേ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു നിനക്ക് സംരക്ഷണം തരുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? അള്ളാഹുവിനെ പരമേൽപ്പിച്ചാൽ അള്ളാഹു തരുന്ന നാലാമത്തെ പ്രതിഫലമെന്താ? ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തിയാ. ഏത് പ്രതിസന്ധിയിലും പടച്ചവനെ എത്ര വലിയ പ്രയാസമുണ്ടായാലും ആ പ്രയാസത്തിന്റെ സമയത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു പവർ ഉണ്ടല്ലോ, ഒരു ശക്തിയുണ്ടല്ലോ. പടച്ചവനെ ക്യാൻസർ രോഗം പിടിച്ചിട്ട് വല്ലാതെ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. ക്യാൻസർ പിടിച്ചിട്ട് വല്ലാതെ പ്രയാസത്തിലാണ്. അടുത്ത് ചെല്ലുമ്പോ പോകുന്നവന്റെ മുഖത്ത് വിഷമമുണ്ട്. പടച്ചവനെ, ഒരു ചെറുപ്പക്കാരൻ ക്യാൻസർ പിടിച്ചിട്ട് കിടക്കുകയാ. ആ ചെറുപ്പക്കാരനെ കാണാൻ പോയപ്പോ പടച്ചവനെ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ട്. പടച്ചവനെ കാണാൻ പോകുന്നവന്റെ മുഖത്തൊരു വിഷമമുണ്ട്. എങ്ങനെയുണ്ട് മോനെ? ക്യാൻസർ രോഗം പിടിച്ച് കിടക്കുന്നവന്റെ ചാരത്ത് ചെന്നിട്ട് എന്താണ് വിശേഷമെന്ന് ചോദിക്കുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ പറയുന്നു, അൽഹംദുലില്ലാഹ്, സുഖമാണ് ഉസ്താദേ, അൽഹംദുലില്ലാഹ്, സുഖമാണ് ഉസ്താദേ. പടച്ചവൻ എനിക്കൊരു ചെറിയ പരീക്ഷണം തന്നു. എനിക്ക് കണ്ണ് കാണാമല്ലോ, എനിക്ക് ചെവി കേൾക്കാമല്ലോ, എനിക്ക് നടക്കാമല്ലോ, എനിക്ക് ബാത്റൂമിൽ പോകാമല്ലോ, എനിക്ക് നിസ്കരിക്കാമല്ലോ, എനിക്ക് സുജൂദ് ചെയ്യാമല്ലോ. പക്ഷേ അതിന് പോലും പറ്റാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന എത്ര പേരുണ്ട്? ആ ചെറുപ്പക്കാരൻ പറയുകയാ, ഉസ്താദേ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന എത്ര പേരുണ്ട്? അല്ല, എനിക്ക് അങ്ങനെ ഒരവസ്ഥ വരുത്തിയില്ലല്ലോ, എനിക്കല്ല അങ്ങനെ ഒരവസ്ഥ വരുത്തിയില്ലല്ലോ. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാറുള്ള ശക്തിയാ തവക്കൽതു അലല്ലാഹ്. ജീവിതത്തിൽ പ്രയാസം വന്ന റബ്ബിന്റെ തീരുമാനമല്ലേ. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഈമാൻ കാര്യത്തിൽ ആറാമത്തത് നീ പഠിച്ചവനാ പെങ്ങളെ. ഈമാൻ കാര്യത്തിൽ ആറാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഖൈറും ശർറും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നതെന്ന് നീ വിശ്വസിച്ചാലേ നീ മുസ്ലിമാകൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ ജീവിതത്തിൽ സന്തോഷമാകട്ടെ, ദുഃഖമാകട്ടെ, രോഗമാകട്ടെ, സാമ്പത്തിക ഞെരുക്കമാകട്ടെ, എന്തുണ്ടായാലും അത് പടച്ച റബ്ബിന്റെ തീരുമാനമാ. തവക്കൽതു അലല്ലാഹ്. ഒരു വഴി അടഞ്ഞാൽ അടുത്ത വഴി അല്ല തുറക്കുമല്ലോ. അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ. മോളെ, എങ്ങനെയാ മക്കളെ കെട്ടിക്കുന്നത്? ഭർത്താവ് പറയുന്നു, പടച്ചവനെ മക്കള് വളർന്നു വരുന്നു, എങ്ങനെയാണ് മക്കളെ കെട്ടിക്കുന്നത്? അല്ലാഹുവുണ്ടല്ലോ. തവക്കൽതു അലല്ലാഹ്. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ എന്തിനാ ബേജാറാകുന്നത്? അത് സമയമാകുമ്പോ പടച്ച റബ്ബ് ഒരു വഴി തുറന്നു തരുമല്ലോ. അല്ലാതെ ലോൺ എടുക്കാനല്ല, പലിശക്കെടുത്തിട്ട് കെട്ടിക്കാ. എന്റെ സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ട് കെട്ടിക്കാ. വേണ്ട പെങ്ങള്, വേണ്ട പെങ്ങള്, അല്ലാഹുവിന്റെ സഹായം നഷ്ടപ്പെടുകയാ. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് വന്നാലും പറഞ്ഞോ, തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. ഇത് അല്ലാഹു നിനക്ക് തരുന്ന അഞ്ചാമത്തെ പ്രതിഫലമാ. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ?
ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തിയാ, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തിയാ. വിശദീകരിക്കുന്നില്ല. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇതുകൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്നകും കുൻതും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലു ലർസുഖതും കമാ തുർസുഖു തയ്ർ തഉദു ഖിമാസാ വതർഹു ബിതാലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പഠിക്കൂ. നിങ്ങൾ എന്തേ കാണാത്തത്? അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യന് പടച്ചറപ്പ് കൊടുക്കുന്ന അഞ്ചാമത്തെ പ്രതിഫലം എന്താ? നിന്റെ ഉപജീവനമുണ്ടല്ലോ, നിന്റെ കച്ചവടമുണ്ടല്ലോ, നിനക്ക് സമ്പത്ത് വരുന്ന വഴിയുണ്ടല്ലോ, നിനക്ക് ഭക്ഷണം വരുന്ന വഴിയുണ്ടല്ലോ. അല്ലാഹു നിന്റെ ഉപജീവനത്തിൽ ബർക്കത്ത് ചെയ്യുകയാ, അല്ലാഹു നിലനിർത്തി തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ കാണാറുണ്ടല്ലോ, രാവിലെ പ്രഭാതമായാൽ പക്ഷികൾ ഇങ്ങനെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാ, നാനാഭാഗങ്ങളിലേക്ക് പറക്കുകയാ, നാനാഭാഗങ്ങളിലേക്ക് പറക്കുകയാ. അവരന്നം തേടാ പോവുകയാണ്. ഒരു പക്ഷിയും പട്ടിണി കിടക്കുന്നില്ല. ലോകത്തുള്ള ഒരു പക്ഷിയും പട്ടിണി കിടക്കുന്നില്ല. കടലിൽ സഞ്ചരിക്കുന്നവർക്കറിയാ, പടച്ചവനെ ഒരാഴ്ചകൾക്ക് മുമ്പ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ പട്ടിയില്ലല്ലോ, അവിടെ പാമ്പില്ലല്ലോ, പടച്ചവനെ കാക്കയില്ലല്ലോ, അവിടെ കള്ളില്ലല്ലോ. മുസ്ലിമീങ്ങൾ മാത്രം ജീവിക്കുന്ന 7 കിലോമീറ്ററോളം വീതിയുള്ള ലക്ഷദ്വീപ് എന്ന് പറയുന്ന നാട്ടിൽ ചെന്നിട്ട് ബോട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഈ ഹദീസ് എനിക്ക് ഓർമ്മ വന്നു, ഈ ഹദീസ് എനിക്ക് ഓർമ്മ വന്നു. അല്ലാ, 4 ഭാഗങ്ങളിലും കടലാ, മുകളിൽ ആകാശം, 4 ഭാഗത്തും വെള്ളമാണ്. ആ സമയത്താണ് റബ്ബേ ഇങ്ങനെ ഒരു പക്ഷി ഇങ്ങനെ പറക്കുകയാ. ആ കടലിന്റെ ബോട്ടിന്റെ മുകളിലൂടെ ഒരു പക്ഷി ഇങ്ങനെ പറക്കുകയാ. അല്ലാ, അതിങ്ങനെ പറന്നു വന്നിട്ട് കടലിൽ നിന്നൊരു മീനിനെ ഇങ്ങനെ പിടിക്കുകയാണ്. പടച്ചവരെ, അള്ളയല്ലേ റിസ്ക് കൊടുക്കുന്നത്, അള്ളയല്ലേ റിസ്ക് കൊടുക്കുന്നത്. ഒട്ടിയ വയറുമായി പടച്ചവനെ പറവതന്റെ മക്കളോട് സലാം പറഞ്ഞു പറന്നു പോവുകയാ. വൈകുന്നേരം വയറ് നിറച്ച് കഴിച്ചിട്ട് തന്റെ മക്കൾക്കുമുള്ള ഭക്ഷണവുമായിട്ട് ആ പറവ തിരിച്ചു വരികയാ. റേഷൻ കടയിൽ ക്യൂ നിന്നിട്ടല്ല, കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടല്ല, ആരെയും വഞ്ചിച്ചുണ്ടാക്കിയതല്ല, പിടിച്ചു പറിച്ചതല്ല, അല്ലാഹു കൊടുത്ത റിസ്കാ. അതുകൊണ്ട് സഹോദരാ, കടയിലേക്ക് പോകുമ്പോ നീ പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പൊക്കോ. അല്ലാഹു നിന്റെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യുകയാ. ജോലിക്ക് പോകുമ്പോ പറയണം, തവക്കൽതു അലല്ലാഹ്, അല്ലാഹു നിന്റെ ജോലിയിൽ ബർക്കത്ത് നൽകുകയാ. ഏത് കാര്യത്തിലും നീ പറഞ്ഞോ, പടച്ചവനെ ടെൻഷനാണല്ലോ, എല്ലാവർക്കും വല്ലാത്ത പ്രയാസമാണ്. ഉമ്മമാര് മക്കളോട് പറയുന്നു, മോനെ നല്ലതുപോലെ പഠിക്കണം, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല നിലയിലെത്തണം, നല്ല ജോലി ഉണ്ടാകണം, നല്ല ജോലി കിട്ടിയാലേ ഒരുപാട് പണം കിട്ടൂ, പണം കിട്ടിയാലേ നല്ല പെണ്ണ് കിട്ടൂ, എങ്കിലേ നല്ലതുപോലെ ജീവിക്കാൻ പറ്റൂ. 5 വയസ്സുകാരനായ മക്കളെ ഉപദേശിക്കുന്ന ഉമ്മ പണത്തിനോടുള്ള ആർത്തിയാ. ഈ മക്കളൊക്കെ വഴിപടച്ചു പോകാനുള്ള കാരണം എന്തെന്നറിയുമോ? ഈ ചെറുപ്രായത്തിൽ കഞ്ചാവ് കച്ചവടം നടത്തുന്നത് എങ്ങനെയാ?
നിന്റെ മക്കള് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ടീമിൽ പെട്ടുപോയതെങ്ങനെയാ? നിന്റെ ഈ ആർത്തിയാവുമ്മ, നിന്റെ ഈ അത്യാഗ്രഹമാവുമ്മ. ഈ മക്കളുടെ ഹൃദയത്തിൽ പണത്തിനെ കുറിച്ചുള്ള ആർത്തി പഠിപ്പിച്ചു കൊടുത്തത് നീയല്ലേ? നീയല്ലേ നിന്റെ മക്കളോട് പറഞ്ഞത് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇത് 25 വയസ്സുകാരൻ ഗൾഫിൽ പോകുമ്പോഴല്ല നീ പറഞ്ഞു കൊടുത്തത്. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന, LKG മുതൽ പഠിക്കുന്ന മക്കളോട്, 7ലും 8ലും പഠിക്കുന്ന മക്കളോട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളോട്, എടാ പണം വേണമെങ്കിൽ നല്ലതുപോലെ പഠിച്ച് ജോലി ഉണ്ടാകണം, നല്ല നിലയിലാകണം. ആ പണത്തിനോടുള്ള ആർത്തി നീ ഇങ്ങനെ കുത്തിവെച്ചപ്പോ അതാ സൈഡ് ബിസിനസ് തുടങ്ങിയതാ. ഇങ്ങനെ ചെറിയ ചെറിയ പണികളിലൂടെ തുടങ്ങി, ചെറിയ ചെറിയ പണികളിലൂടെ തുടങ്ങി. അവസാനം ഇന്നെത്തിപ്പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിന്റെ പൊന്നാര മക്കളെത്തിയല്ലോ. എങ്കിലും അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു, അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ പാവപ്പെട്ട സ്വഹാബിയാ, മരിക്കാൻ കിടക്കുകയാ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയോ? സാധാരണ ഒരു സഹാബിയല്ല. അബൂദറിന്റെ ചരിത്രം പഠിക്കണം, അബൂദറിന്റെ ചരിത്രം പഠിക്കണം. അബൂദർ ആരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ വഴിയിലൂടെ നടന്നു പോവുകയാ. അബൂദർ വഴിയിലൂടെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുകയാണ്. പടച്ചവരെ അത്ഭുതപ്പെടുകയാണ്. മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി. ജിബ്രീലേ, ജിബ്രീലേ, എന്റെ അബൂദറിന് നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? ആ പോകുന്നത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? ജിബ്രീൽ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബഇ അശ്വറു ഫിൽ അർളി. ഈ ദുനിയാവിലെ ജനങ്ങൾക്ക് മാതാ അബൂദറിനെ അറിയില്ലെങ്കിലും ഞങ്ങൾക്കറിയാൻ നബിയേ. ഏത് മലക്കിനോട് ചോദിച്ചാൽ, ഏത് മലക്കിനോട് ചോദിച്ചാൽ അബൂദറിന്റെ പേര് പറഞ്ഞു തരും നബിയേ. മലക്കുകളുടെ ലോകത്തിൽ അറിയപ്പെടുന്ന സ്വഹാബിയാ അബൂദർ റളിയല്ലാഹു തആല അൻഹു. തന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും വൈകുന്നേരം തികയ്ക്കൂല. കള്ളു കുടിച്ച തീർത്തതല്ല, പെണ്ണ് പിടിച്ച തീർത്തതല്ല, എന്ത് കിട്ടിയാലും പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കൂല, നാളത്തേക്ക് വേണ്ടി ഒന്നും ചെയ്തു വെക്കൂല. അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ആരെങ്കിലും പൈസ സൂക്ഷിച്ചു വെച്ചാൽ, ആരെങ്കിലും വലിയ വീട് പണിതാൽ, വീടിന്റെ മുന്നിൽ പോയിട്ട് പറയുന്ന അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്ക്, പിടിച്ചു പറിക്കുമായിരുന്നു. പാവങ്ങൾക്ക് കൊടുക്കാൻ വഅദ് പറയുമായിരുന്നു. ആ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അവസാനം നാട് കടത്തുകയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യന്റെ വീടിന്റെ മുന്നിൽ പോയിട്ട് വഅദ് പറയുന്നത് കാരണം പരാതി വന്നപ്പം നാട് കടത്തുകയാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനുമില്ലാത്ത മരുഭൂമിയിൽ തന്റെ ഭാര്യയും തന്റെ മക്കളും ഒറ്റ വീട്. അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണസമയം എടുത്തപ്പോ തന്റെ ഭാര്യ അടുത്ത് വിളിക്കുകയാ, തന്റെ ഭാര്യ അടുത്ത് വിളിക്കുകയാ, തന്റെ മക്കളെ അടുത്ത് വിളിക്കുകയാ. എന്നിട്ട് പൊരുത്തം ചോദിക്കുകയാ, എന്നിട്ട് പൊരുത്തം ചോദിക്കുകയാ. എന്നിട്ട് മക്കളെ വിളിച്ചെടുത്തിരുത്തി, ഭാര്യ വിളിച്ചെടുത്തിരുത്തി. അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാ, മക്കളെ, പാപ്പാനെ വെറുക്കല്ലേ,
ഉമ്മാനെ വെറുക്കരുത്, നിങ്ങൾ വാപ്പാനെ വെറുക്കരുത്. നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ വാപ്പ ഒന്നും നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടില്ല. ഉപ്പ കള്ളു കുടിച്ച് തീർത്തതല്ല. ഉപ്പാടെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും മക്കളെ. ഉപ്പാടെ കയ്യിലൊന്നുമില്ല. ഉപ്പ ഇന്നും മരിച്ചാ കഫം തുണി വാങ്ങാൻ പോലും എന്റെ കയ്യിൽ 5 പൈസയില്ല. മക്കളെ, ഞാൻ ഇന്നും മരിച്ചാ എന്റെ കഫം തുണി വാങ്ങാനുള്ള പൈസ എന്റെ കയ്യിലില്ല. ഒരു നല്ല വസ്ത്രം പോലും ഈ വീടിന്റെ അകത്തില്ല. വാപ്പ അത്രയും പാവപ്പെട്ടവനാ, ഉപ്പ അത്രയും പാവപ്പെട്ടവനാ. പണ്ടത്തെ ഉമ്മമാരെ, നിന്റെ ഉമ്മ ഇങ്ങനെ കഥ പറഞ്ഞു തരുമായിരുന്നല്ലോ. നീ ഭക്ഷണം കഴിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുമ്പോ നിന്റെ ഉമ്മ നിന്നോട് പറയും, മോളെ ഇതേ ഉള്ളു മോളെ, കളയല്ലേ, ഇത് ഉപ്പ രക്തം വിയർപ്പാക്കിയതാണ്, കളയരുതെന്ന് പറഞ്ഞു വാരിത്തന്ന ഉമ്മ. അബൂദർ റളിയല്ലാഹു തആല അൻഹു മക്കളോട് പറഞ്ഞു കൊടുത്തു, ഉപ്പ മരിച്ചാ കഫം തുണി വാങ്ങാൻ പൈസയില്ല. ഒരു നല്ല കീറാത്ത തുണി പോലും ഈ വീടിന്റെ അകത്തില്ല. എന്നാലും എൻ്റെ മക്കള് പേടിക്കരുത്, എൻ്റെ മക്കള് വിഷമിക്കരുത്. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയോ? ഉപ്പാനെ കുളിപ്പിക്കണം, ഉപ്പാനെ കുളിപ്പിക്കണം. എന്നിട്ട് എന്നെ ചുമന്നു കൊണ്ടുപോയി വഴിയിൽ വെക്കണം. ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ എൻ്റെ ജനാസ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ കാത്തു നിൽക്കണം. അതാ ഉംറ കഴിഞ്ഞ് ആരെങ്കിലും വരുന്നത് കണ്ടാ എൻ്റെ മക്കള് പറയണം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിയാ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിയാ. മയ്യത്ത് പുതിയ കഫം തുണിയില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്നെ പൊതിയാൻ പറയണേ മക്കളെ. മരിക്കുന്നതിന് മുമ്പ് മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ. അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണപ്പെടുകയാണ്. മക്കളുപ്പാനെ കുളിപ്പിച്ചു, മക്കളുപ്പാനെ കുളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞതുപോലെ ജനാസ ചുമന്നു കൊണ്ടുപോയി വഴിയിൽ വെച്ചിട്ട് കാത്തു നിൽക്കുകയാ. ഒരുപാട് സമയം കഴിഞ്ഞു. അവസാനം നോക്കുമ്പോ ഒരു സംഘം വരികയാ. ഉംറ കഴിഞ്ഞൊരു സംഘം വരികയാ. ആരാ നേതാവെന്നറിയുമോ? മഹാനായ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. പഠിച്ചവനെ അവരിങ്ങനെ വരുമ്പോ മക്കള് തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാ, ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ വാപ്പയാ. കഫം തുണി വാങ്ങാ പൈസയില്ല, കഫം തുണി ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് നിങ്ങൾ കഅബാലയത്തിൽ പോയി ഉംറ ചെയ്തപ്പോ നിങ്ങൾ ധരിച്ച കഫനതാ, നിങ്ങൾ ധരിച്ച ഇഹ്റാമിന്റെ വസ്ത്രമുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ പിതാവിന് ഒന്ന് കഫം പൊതിഞ്ഞ് കബറടക്കുവോ? മക്കളവിടെന്ന് പറയുമ്പോ സൽമാനിൽ ഫാരിസ് തങ്ങൾ ചിന്തിക്കുന്നു, അല്ലാ ആരാ അല്ലാ, ഇത്രയും പാവപ്പെട്ട സ്വഹാബി ആരാ? മയ്യത്ത് തുണി വാങ്ങാൻ പോലും പണമില്ലാത്ത പാവപ്പെട്ടവനാരാ? മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങുയർത്തുമ്പോ കിടക്കുന്നതാരെന്നറിയോ? മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. മുത്തുനബിയേ, പടച്ചവനെ, സൽമാനിൽ ഫാരിസ് തങ്ങൾ വിളിച്ചു പറയുകയാ, സദഖ റസൂലുള്ളാഹ്, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാണ്. ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുമ്പോ ഏറ്റവും അവസാനമാണ് അബൂദർ കടന്നു വരുന്നത്.
ഏറ്റവും അവസാനമാണ് അബൂദർ കടന്നു വരുന്നത്. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അബൂദറെ നീ തനിച്ചാണ് മരിക്കുന്നത്, നിന്നെ തനിച്ചാണ് കബറടക്കുന്നത്, നീ ഒറ്റയ്ക്കാണ് പരലോകത്തേക്ക് കടന്നു വരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാ. അതുകൊണ്ട് ഉമ്മമാരെ, പണത്തിന്റെ ആർത്തികളാ, നിന്റെ അത്യാഗ്രഹങ്ങളാ, മക്കളെ കുറിച്ച് ടെൻഷൻ വേണ്ട, പട്ടിണിയാകുമെന്നുള്ള പേടി വേണ്ട. തവക്കൽതു അലല്ലാഹ്, നിന്റെ ജീവിതത്തിൽ പറയാ നീ തയ്യാറായ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലൗ അന്നകും കുന്തും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലർസുഖതും കമാ തുർസഖു തയ്ർ തഉദു ഖിമാസാ വതർഹു ബിതാനാ. അല്ലാഹു നിന്റെ ഉപജീവനത്തിലെ ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ